രാധേ രാധേ. ശരിക്കും ആരാണ് കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നിങ്ങൾ നൽകുന്ന ഉത്തരവും ഗൂഗിളിലും മറ്റുമൊക്കെ തപ്പി നോക്കിയാൽ കിട്ടുന്ന ഉത്തരവും സുധാമാവ്, അതായത് കുചേലൻ എന്നായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ കൃഷ്ണന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അതാരെന്ന് ചോദിച്ചാൽ അർജുനനായിരുന്നു. കൃഷ്ണന്റെ കൂടെ ഒരിക്കലും വിട്ടുപിരിയാതെ നിന്ന സുഹൃത്ത്. കൃഷ്ണനെ പോലെ നല്ലൊരു സുഹൃത്തിനെ തനിക്ക് ഒരിക്കലും കിട്ടുകയില്ല എന്ന് അർജുനൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുപോലെ തിരിച്ച് കൃഷ്ണനും വിശ്വസിച്ചിരുന്നു. നോക്കൂ, തൻ്റെ സ്നേഹത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി അർജുനൻ കൃഷ്ണനെ അളിയ എന്നാണ് വിളിച്ചിരുന്നത്. കൃഷ്ണൻ അത്തരം ബന്ധങ്ങൾക്ക് അതീതനാണ്. പക്ഷെ അർജുനന്റെ വാക്ക് ഒരിക്കലും അസത്യമായി മാറരുത്. അർജുനന്റെ വാക്ക് അർത്ഥശൂന്യമായി പോകരുത്. അങ്ങനെയുള്ള വാക്കുകൾ അർജുനൻ ഉപയോഗിക്കുന്നത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഭഗവാൻ എന്തു ചെയ്തു? ഈ അളിയ എന്ന വിളി സത്യമായി തീരണമെന്ന് കരുതിയിട്ട് തൻ്റെ സഹോദരിയായ സുഭദ്രയെ ഭഗവാൻ അർജുനന് വിവാഹം ചെയ്തു കൊടുത്തു. അപ്പൊ എന്തു വന്നാലും എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല എന്ന വിശ്വാസത്തോടെ അർജുനൻ എന്നും കൃഷ്ണനോട് ഒട്ടി നിന്നു. കൃഷ്ണനും അർജുനനും രണ്ട് ശരീരങ്ങളായിരുന്നെങ്കിലും ഒറ്റ ജീവനായിരുന്നു. നല്ല കാലത്തും ചീത്തക്കാലത്തും വിജയത്തിലും പരാജയത്തിലും അജ്ഞാതവാസക്കാലത്തു പോലും അർജുനൻ കൃഷ്ണനെ തൻ്റെ സുഹൃത്തായി തന്നെ കണ്ടു, തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തായി തന്നെ കണ്ടു. ഇതിനെയാണ് സഖ്യഭക്തി എന്ന് വിളിക്കുന്നത്. 9 തരം ഭക്തികളിൽ 8ാമത്തെ ഭക്തിയാണ് ആരെന്ന് പറയുന്നത്? സഖ്യഭക്തി. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണനെ അളിയ എന്ന് വിളിച്ച ഒരേ ഒരാൾ ആരായിരുന്നു? അർജുനനായിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഉത്തമ സുഹൃത്ത് ആരായിരുന്നു? അർജുനൻ.